വേണ്ടല്ലോ. നല്ല റെസ്റ്റ് വേണം. ദേ ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. അതിനു മുമ്പ് നീ എന്തേലും കഴിക്കണം. ഞാൻ ജോലിക്കാരോട് പറയാം. ശരി ഡാഡി. പാർവതി ഗാർമെന്റ്സിലുണ്ടാവും. അവളോടൊന്ന് വരാൻ പറയോ? എനിക്ക് അവളെ ഒന്ന് കാണണം. പറയാം. ഹലോ ഹലോ, പി കെ സാറല്ലേ? അതെ, ഇതാരാ? ഞാൻ ഫോർട്ട് സ്റ്റേഷനിലെ SI. സാറിന്റെ മകൻ കൈലാസിനുണ്ടായ വാഹനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? ആരാ പരാതി വന്നിരിക്കുന്നത്? ഒൺ മിസ് മുക്ത. മുക്തയോ? നിങ്ങളുടെ റിലേറ്റീവ് ആണെന്നാ പറഞ്ഞത്. അതെ, മുക്ത എന്റെ റിലേറ്റീവ് ആണ്. അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അത് സർ, കൈലാസ് ഇപ്പോഴാണ് ഡിസ്ചാർജ് ആയത്. വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇവിടെ വേറെ ആരുമില്ല. വൈഫ് മാംഗ്ലൂർ ഒരു കല്യാണത്തിന് പോയിരിക്കാം. കൈലാസിനെ തനിച്ചാക്കി സ്റ്റേഷനിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല സർ, ഞാൻ വീട്ടിലേക്ക് വരാം. പരാതി തന്ന മുക്തയും അവിടെ ഉണ്ടാവണമെന്ന് മാത്രം. ഓക്കെ സർ. ആരാ ഡാഡി? SI വിളിച്ചത്. നിനക്കുണ്ടായ ആക്സിഡന്റ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മുക്ത പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടത്രേ. ഡാഡിയോട് പറയാതെയോ? പരാതി നൽകണമെന്ന് തന്നെയായിരുന്നു എന്റെയും തീരുമാനം. പക്ഷേ പോലീസിൽ അറിയിക്കുന്നതിനോട് അരവിന്ദിന് താല്പര്യമില്ലായിരുന്നു. പരാതി നൽകിയാൽ നിന്നെ ആക്രമിച്ചവർ വീണ്ടും നിനക്ക് നേരെ തിരിയുന്നായിരുന്നു അവന്റെ പേടി. അവൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നീ പോലീസിൽ ഇൻഫോം ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കും നിന്നെ അപകടപ്പെടുത്താൻ ആ ഡ്രഗ് മാഫിയ ഹോസ്പിറ്റലിലേക്ക് ആളവിട്ടത്. അതുകൂടി ആയതോടെ സത്യം പറഞ്ഞ ഞാനൊന്ന് പേടിച്ചു. അതാ പോലീസിൽ പരാതി നൽകാൻ മടിച്ചത്. പക്ഷേ മുക്ത പരാതി നൽകി. മൊഴിയെടുക്കാൻ SI ഇങ്ങോട്ട് വരുന്നുണ്ട്. മുക്ത ഇവിടെ ഉണ്ടായിരിക്കണമെന്നാ അയാൾ പറഞ്ഞിരിക്കുന്നത്. ഡാഡിയത് മുക്തയെ വിളിച്ചറിയിക്കാൻ പോകണോ? അങ്ങനെയാണെങ്കിൽ അവള് വരുമ്പോ പാർവതിയും കൊണ്ടുവരാൻ പറയണം.